ഹലോ കൂട്ടുകാരെ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടണമെങ്കിൽ അരി ഉഴുന്നും കറക്റ്റ് റേഷ്യോയിൽ ചേർത്ത് കൊടുക്കണം. അത് എങ്ങനെയാണ് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടും നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഒട്ടും താമസിയാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു ഗ്ലാസ് ഞാൻ എടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന സാധാരണ ഒരു ഗ്ലാസ്സാണ്. അതിൽ ഞാനിവിടെ ഒരു ഗ്ലാസ് ഉഴുന്ന് അളന്നെടുത്ത് ഒരു മിക്സിംഗ് ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഉഴുന്ന് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കാം. 3-4 പ്രാവശ്യം ഇത് കഴുകിയെടുക്കണം. അങ്ങനെ ഉഴുന്ന് ഞാൻ ഇവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഉഴുന്നെടുത്ത സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരി എടുക്കുന്നത്. അതും ഈ ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഈ പച്ചരിയും നല്ലതുപോലെ കഴുകി ഞാൻ വൃത്തിയാക്കി എടുത്ത് വച്ചിട്ടുണ്ട്. ഇനി ഒരു 3 അല്ലെങ്കിൽ 4 മണിക്കൂർ വരെ ഇതൊന്ന് കുതിർക്കാൻ വയ്ക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. ഉഴുന്ന് കുതിർക്കാൻ വെച്ചിട്ട് 4 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഉഴുന്ന് അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചേർത്ത് ഉഴുന്ന് അരച്ചെടുക്കണ്ട. നമ്മൾ അരയ്ക്കുന്നതിനനുസരിച്ച് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേണം അരച്ച് കൊടുക്കാൻ. കാരണം ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചേർക്കുകയാണെങ്കിൽ ഇഡ്ഡലി നന്നായിട്ട് കിട്ടില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് നല്ലതുപോലെ ഉഴുന്ന് അരച്ചെടുക്കാം. ഫസ്റ്റ് ബാച്ച് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമതും ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. അങ്ങനെ രണ്ടാമത്തെ ബാച്ചും ഉഴുന്നരച്ച് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരി അരച്ച് ചേർത്ത് കൊടുക്കാം. അരി അരയ്ക്കുമ്പോഴും ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് വെള്ളം ചേർക്കാതെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് അരി അരച്ചെടുത്താൽ മതിയാകും. ഞാൻ 2 ബാച്ചായിട്ടാണ് അരി അരച്ചെടുക്കുന്നത്. അതിൽ രണ്ടാമത്തെ പ്രാവശ്യം അരി അരയ്ക്കുന്ന സമയത്ത് ഇതിൽ 1 കപ്പ് ചോറ് ചേർക്കുന്നുണ്ട്. ചോറില്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ 1 കപ്പ് അവിൽ കുതിർക്കാൻ വെച്ചിട്ട് അത് ചേർത്ത് കൊടുത്ത് അരച്ചെടുത്താലും മതിയാകും. ഇനി അരച്ചെടുത്ത മാവ് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരിയും ഉഴുന്നും നന്നായിട്ട് മിക്സ് ആകുന്നത് വരെ ഇതേപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിത് നൈറ്റാണ് അരച്ച് വയ്ക്കുന്നത്. ഇനി ഇതൊരു പാത്രം വെച്ച് മൂടി വെച്ചിട്ട് രാവിലെ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ പിറ്റന്നായിട്ടുണ്ട്. ഉഴുന്നൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് ഇത് ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും മാവെല്ലാം നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഞാനിതിൽ ഇതുവരെയും ഉപ്പ് ചേർത്തില്ലായിരുന്നു. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഫസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. ഉപ്പെല്ലാം ഞാൻ കറക്റ്റായിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഇഡ്ഡലി തട്ടെടുക്കാം. ഞാൻ ഇതേപോലത്തെ ഒരു ഇഡ്ഡലി തട്ടിലാണ് ഇഡ്ഡലി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനകത്തോട്ട് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇഡ്ഡലി പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് എണ്ണ ചേർത്ത് കൊടുക്കുന്നത്. അത് എല്ലായിടത്തിലും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന മാവിൽ നിന്നും ഓരോന്നായിട്ട് ഈ തട്ടിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് നിറച്ചൊഴിക്കേണ്ട. കാരണം ഇഡ്ഡലി പൊങ്ങി വരുന്ന സമയത്ത് അതിന് സ്പേസ് കാണത്തില്ല. അതുകൊണ്ട് 1/4 ഭാഗം വരെ മാവ് ഓരോന്നിനകത്തോട്ട് ഒഴിച്ചു കൊടുത്താലും മതിയാകും. അങ്ങനെ 2 തട്ടിലും മാവ് ഒഴിച്ച് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇഡ്ഡലി നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അങ്ങനെ നല്ല ടേസ്റ്റിയും നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഈ ടിപ്പ് ഉപയോഗിച്ച് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എന്നോട് പറയണേ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നും അതേപോലെ ഒരുപാട് ഉപകാരമായെന്നും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ല ഒരു റെസിപ്പിയുമായി വരുന്നത് വരേക്കും ബായ്.